വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം ഞാൻ വളരെയധികം കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ 2 ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. വെരി സോറി. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് തിരക്കിൽ ഏർപ്പെട്ട് പോയെന്നൊക്കെ. പക്ഷേ അതൊന്നും അല്ല സത്യം. എനിക്ക് പനി പിടിച്ചു കഴിഞ്ഞ് പിന്നെ മടി വന്നു. അതിനാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇന്ന് തൊട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരക്കിന് വീഡിയോ ഇടും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2025 ലാസ്റ്റ് Q&A ആണ്. ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ കഴിഞ്ഞ വട്ടം ഒരാഴ്ച മുന്നേ സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പനി പിടിച്ചു, അങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഇട്ടു, അപ്പോൾ എനിക്ക് തൊണ്ടവേദന വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ ഞാൻ എടുക്കരുതെന്ന്. വളരെ അതിൻ്റെ എന്താ ഇനി പറയേണ്ടത് എനിക്കറിയില്ല. വളരെ ദൃഢനിശ്ചയോടെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനാൽ എനിക്ക് യൂട്യൂബിലോട്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ വരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ വിചാരിച്ചു തൊണ്ട കാറിയിട്ടാണെങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കുമെന്ന്. സോ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് Q&A ഓഫ് 2025. കുറച്ച് കുറുമ്പ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് പറ്റിയ ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ്. നമുക്ക് ചടപടേന്ന് പോവാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ഇപ്പോഴും സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങൾ കാണും കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് യു ഹാപ്പി? വാട്ട് മേക്സ് മീ ഹാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സാധനമൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോൾ ജിമ്മിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദർ ആർ സം ക്യൂട്ട് മെസ്സേജസ്. നമുക്കിങ്ങനെ ഇൻസ്റ്റയിൽ DM-ലൊക്കെ വരത്തില്ലേ, സോറി, ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളില്ലേ, അത് വായിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം കിട്ടാറുണ്ട്. അങ്ങനത്തെ മെസ്സേജ് വരുമ്പോൾ ഇഷ്ടമാണ്. ജിമ്മിൽ പോകുന്നത് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നത് വളരെയധികം ഇപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. സോ അതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ആ ഒരു വൈബ്, എന്ത് വൈബാണെന്ന് എനിക്കറിയത്തില്ല. സോ ദാറ്റ് മേക്സ് മീ ഹാപ്പി. പീപ്പിൾ ആൻഡ് പ്ലേസസ്, അങ്ങനെ ആ ഒരു ഇത്. പണ്ടെന്ന് വെച്ചാൽ വെരി ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. ആ സംഭവം മാറിക്കിട്ടി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു രീതിയിൽ സന്തോഷം കണ്ടെത്തി അങ്ങനെ അങ്ങ് പോകാൻ പറ്റും. അപ്പം നിങ്ങളും അങ്ങനെ പോകണം. ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. വെൽക്കം ടു ഫസ്ബിനാസ് മോട്ടിവേഷൻ ക്ലാസ്സസ്. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്തോ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് കയറി വന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബട്ട് ഐ വിൽ ട്രൈ ടു ചേഞ്ച്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ഫേവറേറ്റ് കോട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറേ കോട്ട്സ് ഇഷ്ടമാണ്. അയ്യോ, ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. സന്തോഷം കിട്ടുന്ന കാര്യത്തിൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചായിരുന്നു നിങ്ങളെ ഫ്ലെക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫാക്ടർ നോട്ട്സിൻ്റെ ഒരു ഹാമ്പർ വന്നായിരുന്നു. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഡയറിയാണ്. ആക്ച്വലി എനിക്ക് ജേർണൽ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരെനിക്ക് അയച്ചു തന്ന സാധനമാണ്. ഇറ്റ്സ് വെരി ക്യൂട്ട്. ഇത് കിട്ടിയപ്പോഴത്തേക്കും, ആക്ച്വലി ഇത് കിട്ടിയ ദിവസം ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. എനിക്ക് എന്തോ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ ഈ സാധനം കണ്ടപ്പോഴത്തേക്കും, ഇത് തുറന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷം എനിക്ക് കിട്ടി. ഇതിൽ കുറേ സ്റ്റിക്കർ നോട്ട്സ് ഉണ്ട്. പിന്നെ ഹൊറോസ്കോപ്പിക് സംഭവമുണ്ട്. ഹൊറോസ്കോപ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഈ വർഷം വളരെ നല്ല വർഷമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം. പിന്നെ ഇതേ പെങ്കിൻ്റെ എന്തോ കീ ചെയിൻ, പിന്നെ കുറേ ലെറ്റേഴ്സ്. ഇതാണ് ആ ഡയറി. ആ ഡയറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇറ്റ്സ് സോ പ്രിറ്റി. ഫാക്ടർ നോട്ട്സിൻ്റെ ഡയറി നിങ്ങൾ വാങ്ങണം എന്ന് ഞാൻ പറയും. ഇറ്റ്സ് വെരി ക്യൂട്ട്. നല്ല രസമല്ലേ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കിട്ടിയപ്പോഴത്തേക്കും എനിക്കൊരു പ്രത്യേക സന്തോഷം കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും സന്തോഷം കിട്ടുമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുക. സോ ഫേവറേറ്റ് കോട്ട്, നമുക്ക് എന്തായാലും പറയാം. വാട്ട് ഈസ് ഡിസ്റ്റൈൻഡ് ഫോർ യു വിൽ റീച്ച് ടു യു ഈവൻ ഇഫ് ഇറ്റ്സ് ബിറ്റ്വീൻ 2 മൗണ്ടൻസ്. വാട്ട് ഈസ് നോട്ട് മെൻ ഫോർ യു വിൽ നോട്ട് റീച്ച് യു ഈവൻ ഇഫ് ഇറ്റ്സ് ബിറ്റ്വീൻ യുവർ ലിപ്സ്. അതായത് നമുക്ക് വിധിച്ചിട്ടുള്ള കാര്യം 2 മലകൾക്കിടയിലാണെങ്കിൽ പോലും നമുക്കത് കിട്ടിയിരിക്കും. പക്ഷെ നമുക്ക് വിധിക്കാത്ത കാര്യം, അതായത് നമ്മുടെ ചുണ്ടിൻ്റെ ഗ്യാപ്പിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് വിധിച്ച കാര്യം നമുക്ക് കിട്ടും, വിധിക്കാത്ത കാര്യം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കിട്ടത്തില്ല. ആ കോട്ട് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ ഇൻ ലവ് വിത്ത് ദാറ്റ് കോട്ട്. വാട്ട് ഈസ് മെൻ ഫോർ യു will be meant for you. Fazmina's motivation class number 2. Okay, next question. Your dream place. ഡ്രീം പ്ലേസ് എന്ന് പറയുന്നത് പാരീസ് ആണ്. ഒബ്വിയസ്ലി എനിക്ക് പാരീസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എന്നെങ്കിലും ഞാൻ പോയിരിക്കും. അത് എനിക്ക് വന്നത് എപ്പോഴാണ് ആ ആഗ്രഹം കൂടിയതെന്ന് വെച്ചാൽ, ഞാൻ സമ്മർ ഐ ടേൺ പ്രിറ്റി സീരീസ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ, ആ പെണ്ണ് ആ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പാരീസിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കത്തില്ലേ,
ആ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും അങ്ങനെ പോയി ഇരിക്കുമോ ഒരു ബെഞ്ചിൽ. പാരീസിൽ പോയിട്ട് എവിടെയെങ്കിലും എനിക്കൊന്ന് ഇരിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു പോയി. ബട്ട് ടു ബി ഓണസ്റ്റ് എനിക്ക് പാരീസിൽ പോകണം. ദാറ്റ് ഈസ് മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ സ്ഥലം മാൽഡീവ്സ് ആണ്. മാൽഡീവ്സ് പോകണം, അത് ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് ഡ്രീം എന്ന് പറയുന്നില്ല, ബട്ട് പാരീസ് ഇസ് ലൈക്ക് മൈ ഡ്രീം പ്ലേസ്. മാനിഫെസ്റ്റ് ചെയ്യാം നമുക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോ ടു പേഴ്സൺ പീപ്പിൾ യു ലൈക്ക്. ഗോ ടു പേഴ്സൺ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ പോകാൻ പറ്റിയ പേഴ്സൺ ഒബ്വിയസ്ലി ഫാമിലിയിൽ റുക്സയാണ്. റുക്സ ഈസ് ലൈക്ക് മൈ ബെസ്റ്റ് 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 ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനുപരി ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ എന്ന് പറയുന്നില്ല അർത്ഥമില്ല, ഷീസ് മൈ സിസ്റ്റർ. ബട്ട് ദെൻ അവളാണ് എൻ്റെ എല്ലാം. അതായത് എന്ത് തെണ്ടിത്തരം ഉണ്ടെങ്കിലും, എന്തുടായ്പുണ്ടെങ്കിലും, എന്ത് കാര്യം ഉണ്ടെങ്കിലും, സംവൺ ഹു നെവർ ജഡ്ജസ് യു, ഇറ്റ്സ് മൈ സിസ്റ്റർ. സോ അവളാണ് എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്നല്ല, അതുപോലെ തന്നെ വരുന്നത് ജലനാണ്. ജലൻ ഞാൻ ഈ വർഷം പരിചയപ്പെട്ടതാണ്. ബട്ട് ദെൻ പണ്ടേ ഞാൻ പരിചയപ്പെടേണ്ട വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹീസ് ലൈക്ക് മൈ ഹോം എന്ന് പറയത്തില്ലേ, ഹോംലി ഫീലാണ് ജലൻ. സോ ഐ മെറ്റ് ഹിം ഫ്രം ജിമ്മിൽ നിന്ന് കണ്ടാണേലും എന്താ പറയുക, അടിപൊളി. ഹീസ് ലൈക്ക് മൈ ഐ ഡോണ്ട് നോ ഹോം എന്ന് പറയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഐ ക്യാൻ ടെൽ ഹിം. ആൻഡ് ഒരു ജഡ്ജ്മെൻ്റൽ ഒരു സംഭവമില്ല. അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് റുക്സ ആൻഡ് ജലൻ. സോ ദിസ് ആർ ദ പീപ്പിൾ ഐ ലവ് വെരി മച്ച് ഇൻ മൈ ലൈഫ്. ആൻഡ് ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. സോ ഗോ ടു പീപ്പിൾ അവരാണ്. ഗോ ടു പീപ്പിൾ എന്ന് വെച്ചാൽ ഏത് സമയം ഏത് നേരവും എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ വിളിച്ച് പറയാം, എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടാവുന്ന ഉള്ള രണ്ട് വ്യക്തികൾ ഇവർ രണ്ടുപേരുമാണ്. സോ ജലൻ ആൻഡ് റുക്സ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു കൺസിഡർ എ തെറാപ്പി? തെറാപ്പി ഫീലിംഗ് കിട്ടുന്ന സംഭവം എന്താണ്? ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം തെറാപ്പി പോലെ തോന്നുന്നത് പീപ്പിൾ ഐ ലവ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാർ അല്ലാണ്ട് എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്നത്. പിന്നെ ചായ എനിക്ക് പണ്ട് അതായത് ഞാൻ കുറച്ച് ഡൗൺ ആയ ടൈമിൽ ഞാൻ ചായ കുടിക്കാണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പം ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ പിന്നെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐ ലവ് ചായ ഏത് സമയം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്തൊക്കെ വന്നാലും എനിക്ക് ചായ കുടിക്കണം. ചായ ഈസ് ലൈക്ക് മൈ തെറാപ്പി. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെയ്യുന്ന ഒരു സംഭവം, കാര്യം, ആൾക്കാർ എന്തെങ്കിലും ഉണ്ടാവും. എനിക്കത് ചായയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും പെട്ടെന്ന് മൂഡ് പോകുന്ന കാര്യം എന്താണ്? പെട്ടെന്ന് മൂഡ് റൂയിൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മെമ്മറീസ് ആണ്. മെമ്മറീസ് ചില സമയത്ത് നമുക്ക് നല്ലതായിട്ട് തോന്നും, പക്ഷേ എനിക്കിതുവരെ മെമ്മറീസ് എന്നുള്ള സാധനം നല്ലതായിട്ട് എൻ്റെ ലൈഫിൽ തോന്നിയിട്ടില്ല. ടു ബി ഹോണസ്റ്റ്, എനിക്കെന്താ അറിയത്തില്ല. മെമ്മറീസ് ആർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഫ്ലെക്സ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ ഞാനതൊരിക്കലും ഫ്ലെക്സ് ചെയ്യത്തില്ല. എനിക്ക് മെമ്മറീസ് പൊതുവെ ഇഷ്ടമല്ല. മെമ്മറീസ് പെട്ടെന്ന് തലയിലോട്ട് വരുമ്പോൾ എനിക്ക് മൂഡ് പെട്ടെന്ന് പോകും. സോ എനിക്ക് നല്ല മെമ്മറീസ് ഒന്നും എൻ്റെ തലയിൽ നിൽക്കത്തില്ല, എനിക്ക് കൂടുതലും മോശമാണ് നിൽക്കാറ്. അതുകൊണ്ടായിരിക്കും ഐ ഹേറ്റ് മെമ്മറീസ്. മൂഡ് ഇൻസ്റ്റൻ്റായിട്ട് പോവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു മാനേജ് ടു ബി സോ സ്ട്രോങ്? എങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു വഴിയില്ലാത്ത അവസ്ഥ വരും. അതായത് നമുക്ക് സ്ട്രോങ് അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ലൈക്ക് ഡു ഓർ ഡൈ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരത്തില്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നിവൃത്തി ഇല്ലാണ്ട് നമ്മൾ സ്ട്രോങ് ആയി പോയിരിക്കും. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വെൻ യു ഹാവ് നോ ചോയ്സ്, യു വിൽ ബി സ്ട്രോങ്. ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സ്ട്രെങ്ത് യു ക്യാൻ ഗെയിൻ ഇൻ യുവർ ലൈഫ്. സോ സ്ട്രോങ് അല്ലാത്ത എല്ലാവരോടും ഞാൻ പറയുന്നത്, സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. ശ്രമിച്ച് ഒരു നാൾ നിങ്ങൾ ഒറിജിനലി സ്ട്രോങ് ആയിരിക്കും. മോട്ടിവേഷൻ നമ്പർ 3. എനിക്ക് വൈകിയ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ ഞാൻ ഈ പറയുന്നതൊന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു ഗീവ് ലവ് എ സെക്കൻഡ് ചാൻസ്? ഒബ്വിയസ്ലി വൈ നോട്ട് എന്നെനിക്ക് പറയണമെന്നുണ്ട്, ബട്ട് എനിക്കറിയത്തില്ല. ടു ബി ഹോണസ്റ്റ്, ഇപ്പോൾ ലവ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ എൻ്റെ മൈൻഡിൽ അങ്ങനെയൊന്നും വരുന്നില്ല. ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണിപ്പം. അത് പൊതുവെ ജനറലി ആരെയും വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. എനിക്കിപ്പോൾ ഏറ്റവും വിശ്വാസം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരെയും അധികം അങ്ങനെ ട്രസ്റ്റ് ചെയ്യാറില്ല. പണ്ട് ഞാൻ പടപടയുന്ന റോട്ടിൽ കൂടെ കാണുന്ന ആൾക്കാരെ പോലും വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ ആ സംഭവം എനിക്ക് മാറിക്കിട്ടി. എന്തോ ദൈവം സഹായിച്ച് എൻ്റെ ആ വൃത്തികെട്ട കഴിവ് മാറിക്കിട്ടി. സോ ഐ ഡോണ്ട് ബിലീവ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് വരാൻ ഭയങ്കര ടൈം എടുക്കും. സോ
ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ, മേ ബി ഇൻ 2026. എനിക്കറിയാം ഇതിന് ട്രോള് വരുമെന്ന്, പക്ഷെ എനിക്കൊരു വിഷയമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണെന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വേറൊരു വീഡിയോ, അതായത് 2025 എൻഡ് ചെയ്യുന്നതിന് മുന്നേ 2026 മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും നല്ല ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണെന്ന്. നമ്മളൊരു കാര്യം നടന്നു കഴിഞ്ഞ് പറയുമ്പോൾ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിരിക്കും. സോ ബിഗ്ഗസ്റ്റ് ഡ്രീം ഞാനിപ്പോൾ പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് ഓൺ ദ വേ. അൽഹംദുലില്ലാ, അതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ തിങ് യു കാണ്ട് ലിവ് വിത്തൗട്ട്. ലിവ് വിത്തൗട്ട് അങ്ങനെ എനിക്കിപ്പോൾ ഒരു സാധനം ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു സാധനം എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇല്ല അങ്ങനെ ഒരു സാധനം. മൊബൈൽ ഫോണാണോ? ഫോൺ എനിക്ക് എവിടെയെങ്കിലും പുറത്തു പോയാൽ ഫോണില്ലാണ്ട് പറ്റത്തില്ല. അല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു സാധനം ഇല്ലാണ്ട് ജീവിക്കാൻ ആക്ച്വലി പറ്റും. ഞാനത് പഠിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇന്ന സാധനം വേണം, ഇന്നതുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു മൈൻഡൊന്നുമില്ല. പിന്നെ ബേസിക് ഹ്യൂമൻ നീഡ്സ്, ഫുഡൊക്കെ വേണം, അതൊക്കെ വേണമല്ലോ. അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡൊന്നും ഇപ്പോൾ തൽക്കാലം ഫസ്മിന ജാക്കിറിനില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ എന്നെ തളർത്താം എന്ന് വിചാരിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേദന വരുമ്പോൾ എന്ത് ചെയ്യും? വേദന വരുമ്പോൾ കരയും, അല്ലാണ്ട് എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല ആക്ച്വലി. വേദന വരുമ്പോൾ സങ്കടപ്പെടും, വിഷമം മാറ്റാൻ ശ്രമിക്കും. കുറേ നേരം ആ വിഷമത്തിൽ അലിഞ്ഞിരിക്കത്തില്ല, അതായത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ നോക്കും. പെയിൻ വരുമ്പോൾ പെയിൻ എടുക്കും, അല്ലാണ്ട് പെയിൻ എടുക്കാണ്ട് ഞാൻ പെട്ടെന്ന് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ നോക്കുമായിരുന്നു. ഇപ്പോൾ ആ പരിപാടി ഞാൻ ചെയ്യത്തില്ല. പെയിൻ വന്നാൽ പെയിൻ എടുത്ത് വിഷമിച്ച് വിഷമം തീർത്ത് സന്തോഷത്തിലോട്ട് പോകാൻ ശ്രമിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പിന്നിലോട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്താ? ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആവശ്യമുണ്ട് കുറേ സമയം കളഞ്ഞ പോലെ തോന്നുന്നുണ്ട് ലൈഫിൽ. കുറേ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് വേണ്ടി സമയം ചിലവാക്കുന്നത്, എഫേർട്ട് ഇട്ടത്, അതെനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉള്ള കാര്യമാണ്. ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരം എനിക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ട്, കുറേ ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എങ്കിൽ പോലും ചില നാറുകളെയൊക്കെ നമ്മൾ എന്തിനു രക്ഷിച്ചു എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ കുറേ അലവലാദികളെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുന്നു. ഒരു തെണ്ടിനെയും സഹായിക്കരുത് എന്നേ ഞാൻ നിങ്ങളോടൊക്കെ പറയത്തുള്ളൂ. ഒരു കാര്യമില്ല. സോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള കാര്യം. നമുക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക, നമുക്ക് വേണ്ടി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമേ സന്തോഷം കിട്ടത്തുള്ളൂ. അല്ലാണ്ട് കണ്ട ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ അവസാനം മൂഞ്ച. മോട്ടിവേഷൻ നമ്പർ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ആവശ്യമില്ലാണ്ട് ആൾക്കാർക്ക് വേണ്ടി സമയം ചെലവഴിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയനെ പറ്റി എന്താ അഭിപ്രായം? സോഷ്യൽ മീഡിയനെ പറ്റി എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ, നല്ല അഭിപ്രായമുണ്ട്, വളരെ മോശം അഭിപ്രായമുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ബാലൻസ്. അതായത് നല്ലതുകൊണ്ട് മോശമുണ്ട്. നമ്മൾ നല്ലപോലെ നിന്നാലും നല്ലപോലെ നിൽക്കാം സോഷ്യൽ മീഡിയയിൽ എന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ എത്ര നല്ലപോലെ നിന്നാലും ഒരു 1% അല്ലെങ്കിൽ ഒരു 0.5 ഫോൾട്ട് നമ്മുടെ സൈഡിൽ നിന്ന് വന്നാൽ നമ്മൾ അത്രയും നാളും ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയിട്ട് നമ്മുടെ കുറ്റങ്ങൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാത്ത കുറേ നമ്മുടെ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. സോ അതൊരു ബാഡ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് വെൻ യു ആർ എ പബ്ലിക് ഫിഗർ ആകുമ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും. നമുക്കൊരു പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, പുറത്ത് പോകുന്നതാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മുടെ വെരി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ ആരാണേലും എന്താണേലും നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. സോ പ്രൈവറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ നമ്മൾ പബ്ലിക്കായിട്ട് നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ഓക്കെ ഇനി വേണ്ട, ഇനി നമുക്ക് പ്രൈവറ്റ് ലൈഫിലോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. കാരണം ആൾക്കാർ ഓൾറെഡി നമ്മളെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ പ്രൈവറ്റ് ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കുതാമിൽ പോയി ജീവിക്കേണ്ടി വരും. കേരളത്തിൽ അത് പറ്റത്തില്ല. കാരണം കേരളത്തിലുള്ള ആൾക്കാർ നമ്മളെ ചത്താലും മറക്കത്തില്ല. കുഴിയിലോട്ട് പോയാൽ പോലും അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന ഒരു പ്രത്യേക തരം നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ബാഡ് സൈഡ് അതാണ്. ഗുഡ് സൈഡ് എന്ന് വെച്ചാൽ യു ക്യാൻ ഇൻഫ്ലുവൻസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ എ ഗുഡ് വേ. അതല്ലാണ്ട് നിങ്ങൾക്ക് പല പല ഉപകാരങ്ങൾ, കൊളാബ്, പ്രൊമോഷൻസ്, അങ്ങനെ നിങ്ങൾക്ക് പൈസയുടെ രീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് ബെനിഫിറ്ററി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ദർ ഇസ് എ ബാഡ് സൈഡ് ഓൾസോ. ദർ ഇസ് ബാഡ് ഇൻ എവറിത്തിങ്. സോ ഞാൻ അങ്ങനെയാണ് ആ പെർസ്പെക്റ്റീവ് എടുക്കുന്നത്. എന്ത് നല്ല കാര്യത്തിലും ഒരു മോശം സൈഡ് ഉണ്ടായിരിക്കും.
അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോവുക എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോൺലിനെസ് എഫക്റ്റ് ചെയ്യാറുണ്ടോ? ഇഫ് സോ ഹൗ ഡു യു മാനേജ് ഇറ്റ്? ലോൺലിനെസ് എഫക്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് എവ്രിബഡി ഫീൽസ് അലോൺ ഇൻ ലൈഫ്, ഐ ഗസ്. സോ അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല, പെട്ടെന്ന് എപ്പോഴേലും ഇടയ്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് തോന്നാറുണ്ട്. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ബാത്റൂമിൽ കുളിക്കുമ്പോൾ പോലും എനിക്ക് ഒറ്റപ്പെടൽ തോന്നും. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ കുളിക്കുമ്പോൾ ആരെയും കയറ്റിക്കൊണ്ട് വരാനൊന്നും പറ്റത്തില്ലല്ലോ, അപ്പോൾ ഒന്ന് പൊടിയെന്ന് ഞാൻ എന്നോട് തന്നെ പറയും. സോ ഒറ്റപ്പെടൽ അങ്ങനെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഹൗ ഡു ഐ മാനേജ് എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ സ്വിച്ച് ചെയ്ത് നേരെ തൊട്ടപ്പുറത്തുള്ള പെങ്ങളുടെ റൂമിലോട്ട് പോയി അവളെന്തെങ്കിലും പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഷീ ഈസ് ഓൾവേസ് ദെയർ. അപ്പം അങ്ങനെ എനിക്ക് ഒറ്റപ്പെടൽ അധികം കിട്ടാറില്ല ഈയിടെയായിട്ട്. ഒറ്റപ്പെടൽ കിട്ടുന്നത് എൻ്റെ മൈൻഡിലൊരു തലേന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഞാൻ അപ്പോൾ തന്നെ ചാടി ഓടി അവളുടെ അടുത്തോട്ട് പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകും. അങ്ങനെ. സോ ഒറ്റപ്പെടൽ വന്നാൽ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടെന്ന് ഏർപ്പെട്ട് ആ ഒരു സംഭവം നിങ്ങളുടെ തലേന്ന് എടുത്ത് തട്ടിക്കളയുക. അടുത്ത ക്വസ്റ്റ്യൻ, വൺ തിങ് യു വോണ്ട് ടു ചേഞ്ച് അബൌട്ട് യുവർ സെൽഫ്? ഡിപ്പെൻഡൻസി. അതായത് എനിക്ക് ഒരാളില്ലാണ്ടെന്നല്ല, എനിക്ക് ആരും ഇല്ലാണ്ട് പറ്റത്തില്ല. അതാണ് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ സിസ്റ്ററിൻ്റെ കാര്യം, റുക്സ ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല ജീവിതം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ബട്ട് ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഭയങ്കര ഡിപ്പെൻഡൻസിയാണ്. എനിക്ക് ആരെങ്കിലും എപ്പോഴേലും വേണം. അത് എന്ത് കാര്യമാണെങ്കിലും, പുറത്തൊറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റത്തില്ല, സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല, എവിടെയും പോകാൻ പറ്റത്തില്ല, എന്തിന് വീടിൻ്റെ മുറ്റത്ത് പോലും ഒറ്റയ്ക്ക് ഞാൻ പോകുന്ന പതിവ് എനിക്ക് ഇല്ല. സോ എപ്പോഴും ആൾക്കാർ വേണം. ആ ഡിപ്പെൻഡൻസി എന്നുള്ള സാധനം കുറച്ചിട്ട് ഒറ്റയ്ക്ക് ഇതാക്കാൻ പറ്റണം. പിന്നെ ട്രാവലിംഗ് ഒക്കെ ലൈക്ക് ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും സീനില്ല. പക്ഷെ അല്ലാണ്ട് ദെയർ ഷുഡ് ബി സംവൺ ഇൻ മൈ ലൈഫ്, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ കൈൻഡ് ഓഫ് പീപ്പിൾ? എൻ്റെ കൈൻഡ് ഓഫ് പീപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എന്താണെങ്കിലും സത്യം പറയുന്ന ആൾക്കാരാണ് എനിക്കിഷ്ടം. അതിപ്പം എന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും, എനിക്കത് കേട്ടാൽ വിഷമം ആവുമെങ്കിൽ പോലും എന്നോട് സത്യം പറയണം, അത്രേ എനിക്കുള്ളൂ. കാരണം ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയും. ഞാൻ അങ്ങനെ അവിടെ ഇവിടെ കുശു എന്നൊന്നും പോയി പറയത്തില്ല. എനിക്ക് എന്ത് കാര്യം ഒരാളുടെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് തന്നെ എന്നോട് അധികം ആൾക്കാർ എന്നെ അടുപ്പിക്കാറില്ല. കാരണം മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ലെന്ന് പൊതുവെ എനിക്ക് തോന്നുന്നു. സോ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഐ നെവർ ജഡ്ജ് എ പേഴ്സൺ. ഞാൻ ഒരിക്കലും ആൾക്കാരെ ജഡ്ജ് ചെയ്യാറില്ല. എനിക്ക് ആ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയുക, സത്യം മാത്രം പറയുക. അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2026 മോട്ടോ. 2026 മോട്ടോ എന്താണെന്ന് വെച്ചാൽ, മോട്ടോ ബി ആൻഡ് ഇറ്റ് ഇസ്. അതായത് എന്താണേലും വരാനുള്ളത് വഴി തങ്ങത്തില്ല. ആൻഡ് ഐ ബിലീവ് 2026 എനിക്ക് വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ എന്തോ എൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് 2026 വിൽ ബി എ ഗുഡ് ഇയർ ഫോർ മീ, ഇൻഷാ അല്ലാഹ്. അത് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇനിയിപ്പോൾ എന്ത് വന്നാലും ഞാനത് തരണം ചെയ്യും. അതായത് എന്താണേലും എന്ത് വന്നാലും എന്ത് പ്രശ്നമാണേലും എന്ത് നല്ല കാര്യമാണേലും അത് അങ്ങനെ ആ ഒരു ഫ്ലോയ്ക്ക് പോട്ടെ എന്ന് ഞാൻ 2026 എടുത്ത മോട്ടോ ആണ്. ഞാൻ ഒരു കാര്യത്തിലും ഓവറായിട്ട് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ പോകത്തില്ല. അതാണ് എൻ്റെ മോട്ടോ. അടുത്തത്, ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഒബ്വിയസ്ലി വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശം കാര്യം വന്നാലും എന്താണെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കാറുണ്ട്. സോ ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ദൈവം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ എന്ത് പ്രശ്നമാണേലും എന്ത് ബുദ്ധിമുട്ടാണേലും അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. സ്റ്റേ ട്യൂൺഡ്. മോട്ടിവേഷൻ നമ്പർ എത്രയോ, പക്ഷേ ഇതാണ് സത്യം. നിങ്ങൾക്ക് നല്ല കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോശം അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ മൂഞ്ചിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നല്ല ലൈഫ് വരും, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെമ്മറബിൾ തിങ് ഓഫ് 2025. മോസ്റ്റ് മെമ്മറബിൾ തിങ് എന്ന് വെച്ചാൽ ഫ്രീഡം. ഫ്രീഡം എന്നല്ല, ലൈക്ക് ടു ബി ഫ്രീ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് 2025. എനിക്ക് എന്തും ചെയ്യാം, എന്തും സംസാരിക്കാം, എന്തും പറയാം. അങ്ങനെ റെസ്ട്രിക്ഷനൊന്നും ഇല്ല. ലൈക്ക് ഒരു തടസ്സം ഞാനിപ്പോൾ കാണുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലൊരു തടസ്സം എന്നുള്ളൊരു സാധനം എനിക്കിപ്പം തോന്നുന്നില്ല. പണ്ട് എനിക്ക് അങ്ങനെ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് വെരി വിസിബിൾ. ആ ഒരു സംഭവമാണ് എൻ്റെ 2025 ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുക്ക് ചെയ്യാൻ അറിയോ?
കുക്ക് ചെയ്യാൻ അറിയുമെന്ന് വെച്ചാൽ ജീവിക്കാനുള്ള കുക്കിംഗ് എനിക്കറിയാം. സർവൈവൽ സ്കിൽസ് എന്ന് ഞാൻ അതിനെ വെളിപ്പെടുത്തും. ബട്ട് ടു ബി ഹോണസ്റ്റ് എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. അറിയത്തില്ല എന്ന് വെച്ചാൽ അറിയത്തില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ജീവിക്കാനുള്ളത് ഞാൻ പാചകം ചെയ്യും. അതായത് ചത്തു പോകാണ്ടിരിക്കാനുള്ളത് എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം. ബട്ട് ഇറ്റ് ഈസ് സംതിങ് ഐ വോണ്ട് ടു ലേൺ ഇൻ 2026. ഞാൻ പഠിക്കും. കുക്ക് ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള മേഖലയല്ല, അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ അതിലോട്ട് അത്ര ഫോക്കസ് ചെയ്യാത്തത്. പക്ഷേ ഈ വർഷം ഞാൻ അടുത്ത വർഷം ഞാൻ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ആർ യു പ്ലാനിങ് ടു മേക്ക് ഇൻ ന്യൂ ഇയർ? ന്യൂ ഇയറിൽ എന്ത് ചേഞ്ചസ് ആണെന്ന് വെച്ചാൽ, ഇത് ഞാൻ എല്ലാ വർഷവും വിചാരിക്കാറുണ്ട്, അടുത്ത വർഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ആവണം, ഇതുപോലെ ആവണം. പക്ഷേ ഒരു തേങ്ങ നടക്കാറില്ല. ആൻഡ് ഇത് ഇങ്ങനെ വന്ന് ഇരുന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവരും ഒരു തേങ്ങയും ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ 2026 എങ്ങനെ പോകുന്നോ അങ്ങനെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഐ വോണ്ട് ടു ബി ഹാപ്പി, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനായിട്ടൊന്നും ഇല്ല. പ്ലാൻ വിട്ടൊരു പ്ലാവ് പോലും എൻ്റെ വീടിൻ്റെ അവിടെ ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ഡിസിഷൻ യു ടുക്ക് ദിസ് ഇയർ? ഓ മൈ ഗോഡ്, ഈ വർഷത്തെ ഏറ്റവും നല്ല ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനായി. അതാണ് എനിക്ക് വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഈ ഇൻഫ്ലുവൻസ് എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ജാൻമണിയുടെ വീഡിയോസ് ഞാൻ ഈയിടെയായിട്ട് കണ്ടു. ആ വീഡിയോസിൽ നിന്നിട്ടാണ് എനിക്ക് സ്ലാങ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല തേങ്ങയാണോ. ഞാൻ മറ്റേ പാട്ട് കേട്ടായിരുന്നു പുള്ളിക്കാരിയുടെ, സ്വപ്നം കാണാറുണ്ടോ, ആ പാട്ടിൽ നിന്നും എനിക്കെന്തോ മോട്ടിവേഷൻ കയറി. ഇപ്പം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഞാൻ ആ പാട്ട് പാടിയിട്ടാണ് വേർപ്പിക്കുന്നത്. സോ അത്ര എനിക്ക് പറയാനുള്ളൂ. ഡോണ്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനിബഡി ഇൻ യുവർ ലൈഫ്. സോ ഇതാണ് എൻ്റെ 2026 ലാസ്റ്റ്, 2026 അല്ല അളിയ, 2025 ലാസ്റ്റ് Q&A ഇതാണ്. സോ ഹോപ്പ് എവറിബഡി ഈസ് ഡൂയിങ് ഗുഡ്. ഇനി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസ് കാണണം എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ